Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദനഹ കാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ച നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ അവസാന വാക്യങ്ങളാണ്. 1-ാം അധ്യായത്തില് വചനത്തെക്കുറിച്ചുള്ള സ്തുതിഗീതത്തിന് ശേഷം യോഹന്നാൻ മാംദാന ഈശോയ്ക്ക് സാക്ഷി നൽകുന്നതും ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി ഈശോയെ അവതരിപ്പിക്കുന്നതും യോഹന്നാൻ മാംദാനായുടെ ഈ സാക്ഷ്യം കേട്ട് ഈശോയെ അനുഗമിക്കുന്ന, ഈശോയുടെ കൂടെ വസിക്കുന്ന ആദ്യ ശിഷ്യരെക്കുറിച്ചുമെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് 43 മുതലുള്ള വാക്യങ്ങളില് ഈശോ തന്നെ നേരിട്ട് ഒരു ശിഷ്യനെ വിളിക്കുന്ന രംഗമാണ്, പീലിപ്പോസിനെ വിളിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. എന്നെ അനുഗമിക്കുക എന്നുള്ള കൽപ്പന കൊണ്ടാണ് ഈശോ പീലിപ്പോസിനെ വിളിക്കുന്നത്. ഇപ്രകാരം അന്ത്രയോസിനെ പോലെ തന്നെ പത്രോസിനെ പോലെ തന്നെ മിശിഹായെ അനുഭവിച്ചറിയുന്ന പീലിപ്പോസ് തനിക്കുണ്ടായ മിശിഹാനുഭവം പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റാതിരുന്നതുകൊണ്ട് തന്റെ സ്നേഹിതനായ നത്താനിയേലിനെ കണ്ട് പറയുകയാണ്, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവോ അവനെ ഞാൻ കണ്ടു, നസ്രായനായ ഈശോയിൽ, നസ്രത്തിൽ നിന്നുള്ള ഈശോയിൽ എന്ന്. ഈ പീലിപ്പോസും അന്ത്രയോസിന്റെയും പത്രോസിന്റെയും നാട് ആയിരുന്ന ബെത്സദായ്ക്കാരൻ തന്നെയായിരുന്നു എന്നുള്ള കാര്യവും യോഹന്നാൻ എടുത്തു പറയുന്നുണ്ട്. ഈശോയുടെ ആദ്യ ശിഷ്യന്മാരെല്ലാം ഗലീലി പ്രദേശത്തു നിന്നുള്ളവരായിരുന്നു. ഈ ഗലീലിയിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? കാരണം ഗലീലി കരുതപ്പെട്ടിരുന്നത് വിജാതീയരുടെ നാടെന്നാണ്. അപ്പോൾ വിജാതീയരുടെ ഈ ദേശമായ ഗലീലിയിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? അതുകൊണ്ടാണ് നത്താനിയേല് പീലിപ്പോസിനോട് ചോദിക്കുന്നത്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? അത് ചോദിക്കുവാനുള്ള കാരണമുണ്ടായിരുന്നു. കാരണം നത്താനിയേല് പ്രവാചക ഗ്രന്ഥങ്ങളും മോശയുടെ ലിഖിതങ്ങളും എല്ലാം പഠിച്ചിരുന്നയാളാണ്. ഈ ഗ്രന്ഥങ്ങളിൽ ഒരിടത്തും ഗലീലിക്ക് ഒരു പ്രാധാന്യമുള്ളതായി കാണുന്നില്ല. ഗലീലി പ്രദേശത്ത് നിന്ന് ഏതെങ്കിലും ഒരു പ്രവാചകൻ ഉണ്ടായിട്ടുള്ളതായിട്ടും ഗ്രന്ഥങ്ങളിൽ, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നില്ല. ഈ വിശ്വാസമെല്ലാം യഹൂദ ഹൃദയത്തില് രൂഢമൂലമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 7-ാം അധ്യായം 52-ാം വാക്യം. നത്താനിയേല് പഴയ നിയമ ഗ്രന്ഥങ്ങളെല്ലാം സൂക്ഷ്മമായി പഠിച്ചിരുന്നിട്ടുണ്ട്. അവിടെ എങ്ങും ഗലീലിക്കോ നസ്രത്തിനോ വലിയ പ്രാധാന്യമുള്ളതായി കാണാതിരുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? നസ്രത്തിൽ നിന്നല്ലല്ലോ രക്ഷകൻ വരേണ്ടിയിരിക്കുന്നത്. മിക്കാടെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം അനുസരിച്ച് മിശിഹ ജനിക്കാൻ പോകുന്നത് ബെത്ലഹേമിൽ നിന്നാണ്. ഈശോയോ നസ്രത്തുകാരൻ, നസ്രായൻ എന്നാണല്ലോ അവിടെ നിന്ന് അറിയപ്പെട്ടിരുന്നത് തന്നെ. അതുകൊണ്ടാണ് നത്താനിയേൽ പറയുന്നത്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന്. അപ്പോൾ പീലിപ്പോസ് വലിയ വാദഗതികൾക്കൊന്നും നിൽക്കുന്നില്ല, വാദപ്രതിവാദങ്ങൾക്കൊന്നും പീലിപ്പോസ് മുതിരുന്നില്ല. പീലിപ്പോസ് പറയുകയാണ്, വന്ന് കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പീലിപ്പോസ് പറയുകയാണ്. അലക്സാണ്ട്രിയയിലെ സിറിൽ സഭാപിതാവ് പറയും, ആവശ്യമായിട്ടുള്ളത് ഈ ഒരു എൻകൗണ്ടറാണ്, മിശിഹായുമായിട്ടുള്ള സംസാരമാണ്, അവിടുന്നുമായുള്ള ബന്ധമാണ് ഈശോ ദൈവമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഏറ്റവും വലിയ മാർഗമെന്ന്. അവിടത്തെക്കുറിച്ചുള്ള ഗവേഷണമോ പഠനമോ അല്ല, മറിച്ച് മിശിഹാനുഭവത്തിലേക്ക് ഒരുവൻ വരുന്നെങ്കിൽ മാത്രമേ, അവിടുത്തെ എൻകൗണ്ടർ ചെയ്യുന്നെങ്കിൽ മാത്രമേ, അവിടുത്തോട് സംസാരിക്കുന്നെങ്കിൽ മാത്രമേ, അവിടുത്തെ കാണുന്നെങ്കിൽ മാത്രമേ വിശ്വാസത്തിലേക്ക് വരികയുള്ളൂ എന്നാണ് അലക്സാണ്ട്രിയയിലെ സിറിൽ പറയുക. ഈശോയുടെ പക്കലേക്ക് വരുന്ന നത്താനിയേലിനെ കാണുമ്പോഴേ ഈശോ പറയുകയാണ്, ഇതാ കാപട്യമില്ലാത്ത നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ. പഴയ നിയമത്തിലെ യാക്കോബിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, അദ്ദേഹം അല്പം കാപട്യത്തിലൂടെയൊക്കെയാണ് സഹോദരൻ അവകാശപ്പെട്ടിരുന്ന മൂത്ത പുത്രന്റെ അവകാശം നേടിയെടുത്തത് എങ്കിലും പിന്നീട് ദൈവത്തെ കണ്ടുമുട്ടിക്കഴിഞ്ഞ് ദൈവാനുഭവം ഉണ്ടായിക്കഴിയുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ബേഥേലിൽ വെച്ച് ദൈവാനുഭവം ഉണ്ടായിക്കഴിയുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ അനുഭവം വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം നിഷ്കപടനെന്നാണ് അറിയപ്പെട്ടിരുന്നത്.
ഈ യാക്കോബിന് നൽകപ്പെട്ടിരുന്ന പേര് തന്നെയാണല്ലോ ഇസ്രായേൽ എന്നുള്ളത്. അപ്പോൾ അതിന് സമാനമായ ഒരു വ്യക്തിയാണ് വരുന്നത്, കാപട്യമില്ലാത്ത വ്യക്തി, നിഷ്കപടനാണ് വരുന്നത് എന്ന് ഈശോ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി വളച്ചൊടിക്കുകയൊന്നും ചെയ്യാതെ പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നത് അതേപടി വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് നത്താനിയേൽ എന്നുകൂടിയാണ് ഈശോയുടെ ഈ പ്രസ്താവന വ്യക്തമാക്കുന്നത്. എത്രമാത്രം സത്യസന്ധമായി വിശുദ്ധഗ്രന്ഥം പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഈശോയുടെ നത്താനിയേലിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന. ഇന്ന് നമ്മൾ വായിക്കുന്ന പുതിയ നിയമത്തിലെ ആദ്യത്തെ വായനയിലെ പത്രോസ്ലീഹയുടെ 2-ാം ലേഖനത്തിലെ 1-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ പഴയ നിയമ പ്രവചനങ്ങളെക്കുറിച്ച് കാണുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ തിരുലിഖിതങ്ങളിലെ പ്രവചന വചനങ്ങള്, പ്രവാചക വചനങ്ങള് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന പത്രോസ്ലീഹ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളവയല്ല തിരുലിഖിതങ്ങളെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കാരണം മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടവയല്ല അവയൊന്നും, മറിച്ച് പരിശുദ്ധ റൂഹായാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചതാണ്. ഈ പ്രവാചകർ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ദൈവിക മനുഷ്യരായിട്ടാണ് സംസാരിച്ചത്. ദൈവത്തിന്റെ സ്വരമാണ് അവരിലൂടെ മനുഷ്യർക്ക് വെളിപ്പെടുത്തപ്പെട്ടത്, അതാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്ന് പത്രോസ്ലീഹ പറയുകയാണ്. അതുകൊണ്ടാണ് പിതാവിൽ നിന്നുള്ള ആ മഹത്വം പ്രത്യക്ഷപ്പെടുന്ന ദിവസം വരെ സ്വർഗത്തിൽ നിന്ന് പ്രവാചക വചനത്തെ പറ്റിയുള്ള ഉറപ്പ് നമുക്കുണ്ട് എന്ന് പത്രോസ് പറയുന്നത്. പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നത് വരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്നതുപോലെ പ്രവാചക വചനങ്ങളെ മുറുകെ പിടിക്കണമെന്നാണ് പത്രോസ്ലീഹ പറയുന്നത്. പ്രകാരം ദൈവവചനത്തെ ദൈവത്തിൽ നിന്ന് തന്നെയുള്ള വചനമായിട്ട് പ്രവാചക വചനങ്ങളെ, മോശയുടെയും പ്രവാചകന്മാരുടെയും ലിഖിതങ്ങളെയും പ്രബോധനങ്ങളെയും ദൈവത്തിൽ നിന്ന് തന്നെയുള്ള വചനമായിട്ട് കരുതിയിരുന്നവനായിരുന്നു നത്താനിയേൽ എന്നാണ് ഈശോയുടെ ഈ പ്രസ്താവനയുടെ അർത്ഥം. അപ്പോൾ നത്താനിയേലിന് ആകെ വിസ്മയമായി. അദ്ദേഹം ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് എന്നെ അറിയുന്നത്? അപ്പോൾ ഈശോ പറയുന്നു, ഞാൻ നിന്നെ നീ അത്തിമരത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ മുതൽ എനിക്കറിയാം. ഒരു വ്യക്തി അത്തിമരത്തിന്റെ ചുവട്ടിലായിരിക്കുക എന്നുള്ളതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. ചില വ്യാഖ്യാതാക്കൾ പറയുന്നതനുസരിച്ച് അത്തിമരത്തിന്റെ ചുവട്ടില്, ഭവനത്തിന് വെളിയില് അത്തിമരം വലിയ ഇലകളുള്ള വൃക്ഷമാണ്, അതുകൊണ്ട് തണലുണ്ട്, തണുപ്പുണ്ട് അതിന് കീഴില്. അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് യഹൂദർ പഴയ നിയമവും പ്രവാചകന്മാരും വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നു എന്ന് ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഈശോ പറയുമ്പോൾ നത്താനിയേല് പ്രവചനങ്ങൾ പഠിച്ചിരുന്ന, മോശയുടെ നിയമങ്ങൾ പഠിച്ചിരുന്ന കാലം മുതൽ തന്നെ, എന്ന് പറഞ്ഞാൽ നിന്നെ എനിക്കറിയാം, ദൈവമായ അവിടുന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു. പ്രവചന ഗ്രന്ഥങ്ങളും മോശയുടെ ഗ്രന്ഥങ്ങളും എല്ലാം പഠിക്കുന്ന നത്താനിയേലിനെ അറിയാമെന്ന് ആണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ സഭാപിതാവായ ആഗസ്തിനോസിന്റെ അഭിപ്രായത്തില് ഈ അത്തിമരത്തിന്റെ ചുവടിലിരിക്കുക എന്ന് പറയുന്നത് പാപത്തിന്റെ ആ തണലില്, പാപത്തിന്റെ കീഴിൽ കഴിഞ്ഞിരുന്ന മനുഷ്യവർഗത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത്, ഉൽപ്പത്തി പുസ്തകത്തില് ആദ്യ മാതാപിതാക്കന്മാർ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ലജ്ജ തോന്നിയിട്ട് നാണം മറയ്ക്കുവാൻ വേണ്ടിയിട്ട് അത്തിവൃക്ഷത്തിന്റെ ഇലകൾ തുന്നിയാണ് അവര് നാണം മറച്ചത്. അപ്പോൾ ആ അത്തിവൃക്ഷത്തിന്റെ തണലിലിരിക്കുക എന്ന് പറയുമ്പോൾ ആദത്തിന്റെ മക്കൾക്ക് എല്ലാവർക്കും വന്നു ഭവിച്ചിരുന്ന ആ പാപാവസ്ഥയെ, പാപത്തിന്റെ അവസ്ഥയിലായിരുന്ന, പാപത്തിന്റെ പിടിയിലായിരുന്ന, അനുസരണക്കേട് വഴി പാപത്തിന്റെ പിടിയിലായി പോയ മനുഷ്യവർഗത്തിന്റെ അവസ്ഥയെയാണ് അത്തിമരത്തിന്റെ ചൂട്ടിലായിരിക്കുക എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്നാണ് സഭാപിതാവായ ആഗസ്തിനോസിന്റെ അഭിപ്രായം. ഇവിടെ ഈശോ നത്താനിയേലിനെ കണ്ടു, അത്തിമരത്തിന്റെ ചുവട്ടിൽ കണ്ടു എന്ന് പറയുമ്പോൾ മനുഷ്യവർഗം മുഴുവനെയും ഈ രക്ഷയുടെ ആവശ്യകതയുള്ളവരായിട്ട് ദൈവം കണ്ടു, മിശിഹ കണ്ടു എന്നാണ്. അപ്പോൾ നത്താനിയേല് സത്യസന്ധമായിട്ട് ദൈവാന്വേഷണം നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു, മിശിഹായെ കാത്തിരുന്നവനായിരുന്നു, സത്യദൈവത്തെ അന്വേഷിച്ചിരുന്നവനായിരുന്നു. അപ്പോൾ അന്വേഷിക്കുന്നവൻ കണ്ടെത്തുമെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അന്വേഷണത്തിനുള്ള ഉത്തരമെന്നോണമാണ് ഈശോ നത്താനിയേലിനോട് പറയുന്നത്, നീ ഇതിലും വലിയ കാര്യങ്ങൾ കാണും. ഞാനിത് പറഞ്ഞതുകൊണ്ട് മാത്രം നീ വിശ്വസിക്കേണ്ട, അത്തിമരത്തിന്റെ തണലിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നീ വിശ്വസിക്കേണ്ട. അഗസ്തിനോസ് പറയും, അത്തിമരത്തിന്റെ ചുവട്ടിൽ കാണുക മാത്രമല്ല ചെയ്തത് ദൈവം, മനുഷ്യവർഗം രക്ഷയുടെ ആവശ്യകതയിലാണ്
ദേ ആർ ഇൻ നീഡ് ഓഫ് സാൽവേഷൻ എന്നുള്ളത് കാണുക മാത്രമല്ല, മറിച്ച് അവരെ രക്ഷിക്കുവാനായിട്ട് അവരുടെ പാപം ഉന്മൂലനം ചെയ്ത് നിർമ്മാർജ്ജനം ചെയ്ത് പൂർണ്ണമായി അവരെ രക്ഷിച്ച് ആ പർദീസായിലെ സൗഭാഗ്യത്തിലേക്ക്, ദൈവിക സഹവാസത്തിലേക്ക്, സംസർഗത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുന്നവനാണ് മിശിഹ. അതാണ് സാധിക്കാൻ പോകുന്നത്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ ദൈവിക മഹത്വം കാണുമെന്നാണ് പറയുന്നത്. നീ ഇതിലും വലുതായ കാര്യങ്ങൾ കാണാൻ പോകുന്നു. എന്താണ് കാണാൻ പോകുന്നത്? മനുഷ്യപുത്രന്റെ മേല് മാലാഹമാർ ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതുമെല്ലാം നിങ്ങൾ കാണുമെന്നാണ് പറയുന്നത്. ദൈവദൂതന്മാർ, മാലാഹമാർ ഇറങ്ങി വരികയും കയറിപ്പോവുകയും എന്നൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവ പ്രത്യക്ഷീകരണമാണ്. ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ പലപ്പോഴും മാലാഹമാരുടെ രൂപത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. അബ്രാഹത്തിന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ദൂതന്മാരുടെ രൂപത്തിലാണ്. ദൈവം പഴയ നിയമത്തിൽ സംസാരിച്ചിരുന്നത് മാലാഹമാരിലൂടെയാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അപ്പോൾ അതേ ആ ദൈവിക പ്രത്യക്ഷീകരണം തന്നെ, ദൈവം തന്നെയാണ് നസറായനായ ഈശോ തന്റെ മുന്നിൽ നിൽക്കുന്നവനെന്നുള്ള ആ ഒരു വിശ്വാസ ബോധ്യത്തിലേക്ക് നത്താന്യയിൽ നയിക്കുകയായിരുന്നു ഈശോയുടെ ലക്ഷ്യം. ഈ 1-ാം അധ്യായത്തില് മിശിഹായെക്കുറിച്ചുള്ള പല ടൈറ്റിൽസും നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ മാംദാന ഈശോയെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ്. ദൈവത്തിന്റെ പുത്രനാണ് എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. റൂഹ വന്ന് വസിച്ചത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, അവനാണ് ദൈവപുത്രൻ എന്ന് യോഹന്നാൻ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങൾ മിശിഹായെ കണ്ടെത്തിയെന്നാണല്ലോ അന്ത്രയോസ് ലീഹ പത്രോസിനോട് പോയി പറയുന്നത്. ഇവിടെ നമ്മൾ കേട്ടു ഫിലിപ്പോസ് നത്താനിയേലിനോട് പറയുന്നത് മോശയും പ്രവാചകന്മാരും ആരെക്കുറിച്ച് പറഞ്ഞിരുന്നുവോ അവനെ ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ 1-ാം അധ്യായം 51-ാം വാക്യത്തിൽ, അവസാനത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈശോ തന്നെക്കുറിച്ച് തന്നെ പറയുമ്പോൾ മനുഷ്യപുത്രൻ എന്നുള്ള പ്രയോഗമാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യപുത്രന്റെ മേൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുന്നതും വസിക്കുന്നതും കയറിപ്പോകുന്നതുമെല്ലാം നീ കാണും. മനുഷ്യപുത്രൻ ബെൻ ആദാമാണ്, ആദാമിന്റെ മകനാണ്, അല്ലെങ്കിൽ ബർനാശായാണ്. സുറിയാനി ഭാഷയിൽ ബർനാശായാണ്, ഹീബ്രു ഭാഷയിൽ ബെൻ ആദാമാണ്, മനുഷ്യന്റെ പുത്രനാണ്, ഒരു മനുഷ്യ വ്യക്തിയാണ് എന്ന് യേശയ്യായുടെ പുസ്തകം 56-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മനുഷ്യപുത്രൻ ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് പോലെ യുഗാന്തത്തില് വരാനിരിക്കുന്ന തിന്മയുടെ ശക്തിയെ കീഴ്പ്പെടുത്തുന്ന നിത്യമായ അധികാരമുള്ള സാർവത്രികമായ അധികാരം ദൈവത്തിൽ നിന്ന് നേടിയിട്ടുള്ള വ്യക്തിയായിട്ട് കാണപ്പെടുന്നത് മനുഷ്യനെ പോലെയുള്ള ഒരു വ്യക്തിയാണ്. അവനാണ് അധികാരവും ശക്തിയുമെല്ലാം നൽകപ്പെടാൻ പോകുന്നത്. അവനാണ് രാജ്യത്വം നൽകപ്പെടാൻ പോകുന്നത് എന്ന് ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞ ആ മനുഷ്യപുത്രൻ ദൈവികമായ അധികാരത്തോടെ പുരാതനായവന്റെ മുന്നിൽ നിന്ന് ശക്തിയും അധികാരവും സ്വീകരിക്കുന്ന ആ മനുഷ്യപുത്രൻ രക്ഷകനായിട്ടുള്ള രാജാവ് താൻ തന്നെയാണ് എന്ന് ഈശോ പറയുന്നത് വ്യക്തമാക്കുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യപുത്രൻ എന്ന് തന്നെക്കുറിച്ച് തന്നെ പരാമർശിച്ചുകൊണ്ട് ഈശോ പറയുമ്പോൾ ഈ മനുഷ്യപുത്രന്റെ മേല്, മനുഷ്യനായി അവതരിച്ചിരിക്കുന്ന ഈ ദൈവപുത്രന്റെ മേല് മാലാഖമാർ വരുന്നത് നീ കാണും. അതായത് ദൈവിക മഹത്വം വിശ്വസിക്കുന്നെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് നത്താനിയേലിനോട് ഈശോ പറയുന്നത്. ദൈവിക മഹത്വമാണ് ഇന്നത്തെ വായനകളുടെ എല്ലാം വിഷയം. ആദ്യ വായനയില് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തില് സീനാമലയിൽ ഉടമ്പടി ഉറപ്പിക്കുന്ന ആ സന്ദർഭത്തില് മോശ ദൈവത്തോട് പറയുന്നുണ്ടല്ലോ, എനിക്ക് നിന്നെ കാണണം, നിന്റെ മുഖം കാണണം, നിന്റെ മഹത്വം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവം പറയുന്നുണ്ട്, ഒരുവനും എന്റെ മുഖം കണ്ടിട്ട് എന്റെ മഹത്വം നേരിട്ട് കണ്ടിട്ട് പിന്നെ ജീവിക്കുകയില്ല എന്ന്. അതുകൊണ്ട് മോശയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഭാഗികമായ ദർശനം, ദൈവത്തിന്റെ മുഖം കാണാനൊന്നും മോശയ്ക്ക് ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും ഭാഗികമായ ദർശനം നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത്തെ വായനയിൽ സെഫാനിയ പ്രവാചകന്റെ 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടു. ആ രക്ഷാ വാഗ്ദാനത്തെക്കുറിച്ച്, മിശിഹായെക്കുറിച്ച് പറയുമ്പോൾ, സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറൂസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക, കാരണം ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്. ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്. നത്താനിയേൽ പറഞ്ഞത് അതല്ലേ? ഈശോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. ഇസ്രായേലിന്റെ രാജാവ് വരുമെന്നുള്ളതായിരുന്നു പഴയ നിയമ വാഗ്ദാനം. സാമുവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 7 മുതൽ 2-ാം പുസ്തകം 7-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ആ വാഗ്ദാനമാണല്ലോ കാണുന്നത്. അത് തുടർച്ചയായിട്ട് നമ്മൾ പ്രവാചക ഗ്രന്ഥങ്ങളിലെല്ലാം ആവർത്തിച്ച് കാണുന്നുമുണ്ട്. വരാനിരിക്കുന്ന അഭിഷിക്തൻ രക്ഷകൻ രാജാവായിരിക്കുമെന്നുള്ളത്. ഭൗതികമായ രാജാവ്, ഭൗമികമായ രാജാവല്ല. അവിടുത്തെ രാജ്യം ഐഹികമല്ല എന്നുള്ളത് ഈശോ വ്യക്തമാക്കുന്നത് നമുക്കറിയാം.
ഈശോയുടെ ദൈവിക മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഈ ഞായറാഴ്ചത്തെ ധ്യാന വിഷയം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, കൂടാരമടിച്ചു, ദൈവത്തിന്റെ മഹത്വം നമ്മൾ കണ്ടു, ഏകജാതന്റെ മഹത്വം നമ്മൾ കണ്ടു, സത്യവും കൃപയും നിറഞ്ഞതായി നമ്മൾ കണ്ടു. അപ്പോൾ മനുഷ്യനായി അവതരിച്ച ഈശോയെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിലെ നമ്മുടെ ധ്യാന വിഷയം. ഇന്നലെ ആഘോഷിച്ച ദനഹാ തിരുനാളിലാണെങ്കിലും ഈശോയുടെ ദൈവിക മഹത്വം വെളിപ്പെടുത്തപ്പെട്ട ദിവസമാണ് മാമോദീസായുടെ ദിവസം. ഈശോയുടെ ദൈവികത, തൃത്വത്തിന്റെ രഹസ്യം വെളിപ്പെടുത്ത ദിവസമായിരുന്നല്ലോ. ഈശോ ദൈവിക മഹത്വം ആദ്യമായി വെളിപ്പെടുത്തിയ സംഭവമായിരുന്നു മാമോദീസായുടെ രംഗം. അത് കണ്ടിട്ടാണ് യോഹന്നാൻ മാംദാന പോലും പറയുന്നത് അവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ദൈവിക മഹത്വം മനുഷ്യനായി അവതരിച്ച ഈശോയിൽ ദർശിക്കുന്നതിന്, അനുഭവിക്കുന്നതിന് ഭാഗ്യം ലഭിച്ചവരായ നമ്മൾ ഈ ദനഹാകാലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വെളിപ്പെടുത്തലിന്, പ്രത്യക്ഷകരണത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദൈവിക വെളിപാടിൽ ആനന്ദിക്കുവാനും ദൈവിക അനുഭവത്തിലേക്ക്, ദൈവിക സഹവാസത്തിലേക്ക് പ്രവേശിക്കുവാനും അത് മിശിഹായെ കണ്ടുമുട്ടുന്നതിലൂടെയാകുവാനും അവിടുത്തോടുള്ള സംഭാഷണത്തിലൂടെ, അവിടുത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെ ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനും നമ്മുടെ ഈ തിരുനാൾ ആഘോഷങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.